ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി CEO ആയി കയറിയതിൽ പിന്നെ പത്മക്ക് പരാജയം തന്നെയാണ് കേട്ടോ. പത്മക്ക് സഹിക്കുന്നില്ല, പത്മക്ക് താങ്ങാനാവുന്നില്ല, പത്മ പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ പത്മയാണെങ്കിലോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മക്ക് വാശി ഒട്ടും പിറകോട്ട് പോവില്ല. പത്മയാണെങ്കിലോ എന്തെങ്കിലും ചെയ്ത് അവളെ ആ CEO പോസ്റ്റിൽ നിന്നും ഇറക്കണമെന്നാൽ തീരുമാനമായിരിക്കും കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ ഇന്ദ്രജയും വേദയൊക്കെ പറയാണ്, മമ്മി ഒരു കാര്യം ചെയ്യേ, അവൾ ആ CEO പോസ്റ്റിൽ നിന്ന് മമ്മി ഇറക്കണം, മമ്മി തന്നെ ആ ചെയറിലോട്ട് ചെന്നിരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ തൻ്റെ മക്കളുടെ നിർദ്ദേശപ്രകാരം പത്മ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പത്മ പോവുകയാണ്. പത്മ വീണ്ടും ആ ചെയറിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. പത്മ ചെന്നിരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണ് കേട്ടോ. താൻ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് പത്മ എന്താടോ ആനന്ദൻ നോക്കി നിൽക്കുന്നത്, ഒരു CEOക്ക് ചെയ്യേണ്ട പ്രവർത്തികൾ എന്തെല്ലാമെന്ന് തനിക്കറിയില്ലേ? അപ്പോഴേക്കും വിജയ് അവിടെ പറയുന്നുണ്ട് കേട്ടോ, മാഡം ഇവിടെ ഇരിക്കണ്ട, സോറി ആൻറ്റി ഇവിടെ ഇരിക്കണ്ട എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്നും മിണ്ടാതിരുന്നേ, അത് ആൻറ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ആൻറ്റി ഇപ്പോൾ ഇവിടുന്ന് നീക്കുകയാണ് നല്ലത്. അപ്പോൾ ആനന്ദ് പറയാണ്, സോറി മാഡം, എനിക്ക് മാഡം പറയുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം അതെന്താടോ, ഞാൻ ഈ കമ്പനിയുടെ CEO ആണെന്ന് അറിയില്ലേ? അപ്പോൾ അത് കേട്ട ഉടനെ ആനന്ദ് പറയാണ്, മേഡം അല്ല ഇപ്പോഴത്തെ CEO, അത് താനല്ലല്ലോ തീരുമാനിക്കുന്നത്, ഇത് എൻ്റെ കമ്പനിയാണ്. അത് പിന്നെ ഈ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടി യതീന്ദ്രൻ സാറും മറ്റുള്ളവരൊക്കെ എടുത്ത തീരുമാനമാണല്ലോ. ഇത് ഒന്നാമത് മേഡത്തിൻ്റെ സീറ്റുമല്ല, മേഡത്തിൻ്റെ സീറ്റ് അപ്പുറത്താണ്. താൻ എന്താടോ പറയുന്നത്? ഞാൻ ഇത്രയും കാലം ഈ ചെയറിലല്ലേ ഇരുന്നിരുന്നത്. അപ്പോഴേക്കും വിജയ് പറയണതേ, ആൻറ്റി ഒന്ന് ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ താൻ കാണുന്ന കാഴ്ച അവിടെ കാണാം. പത്മ ഇവിടെ ആ ഇരിക്കുന്ന ടേബിളിൽ നന്ദിനി സൂര്യ CEO എന്നുള്ള ഒരു നെയിം ബോർഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. താങ്ങാൻ കഴിയാത്ത അത്രയും സങ്കടമായി മാറുകയാണ് കേട്ടോ. തൻ്റെ ഉള്ളിൽ വലിയ വേദനയാവാണ്. അങ്ങനെ പത്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം പത്മയ്ക്ക് അതിലും മുകളിലോട്ട് ഇരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ പത്മക്കുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം തൻ്റെ വീട്ടിൽ ചെന്ന് പത്മ പറയാണ്, എന്തായാലും എനിക്ക് താങ്ങാനാവുന്നില്ല, അത്രയും വലിയ സങ്കടമാണ് ഇന്നവിടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ കസേരയിൽ, ഞാൻ ഇത്രയും നാൾ ഇരുന്ന കസേരയിൽ അവൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതുമാത്രമല്ല, എൻ്റെ ബോർഡ് ഒരു വേസ്റ്റ് കൊട്ടയിലോട്ട് ഇട്ടിട്ട് ഇന്ന് എൻ്റെ ബോർഡിൻ്റെ സ്ഥാനത്ത് നെയിം ബോർഡ് അവളുടെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ വേദ പറയണ, മമ്മി ഓരോ ദിവസവും അവൾ ഇവിടുത്തെ റാണിയായി മാറുകയാണല്ലോ, എല്ലാവർക്കും വേണ്ടപ്പെട്ടവളും അവളാണെങ്കിലും കമ്പനിക്ക് പോലും വേണ്ടപ്പെട്ടവളാവുന്നു. ഈ വീട്ടിൽ വേലക്കാരിയായി വന്നവൾ, നമ്മുടെ തെങ്ങുംതോപ്പിൽ തേങ്ങ പെറുക്കിയിരുന്നവൾ, അതുപോലെ ഈ വീട്ടിലെ പാത്രം കഴുകിയിരുന്നവൾ ഇന്ന് CEO പോസ്റ്റ് വരെ എത്തി. നാളെ ഇപ്പോൾ അവൾ കളക്ടറാവില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ദേ വേദ, നിൻ്റെ ഓരോ സംസാരം മമ്മിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു കേട്ടോ എന്ന് ഇന്ദ്രജ പറയാണ്. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇത് പറഞ്ഞ ഉടൻ തന്നെ, ഞാൻ എന്താ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ സംഭവിച്ചും കൊണ്ടിരിക്കുന്ന അതല്ലേ. മമ്മി ഓരോ ദിവസവും ചെറുതായും കൊണ്ടിരിക്കുകയല്ലേ. അതിപ്പോൾ മമ്മി മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. മമ്മി മനഃപൂർവ്വം അല്ലെങ്കിലും അവളുടെ ബുദ്ധിയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇതാവുന്നത്. ഇപ്പം എന്തിന് ഈ പ്രഷർ കുക്കറിൻ്റെ ഒരു ഐഡിയ അവൾ പറഞ്ഞപ്പോഴേക്കും അത് സക്സസ് ആക്കി എടുക്കാൻ ബോർഡ് മെമ്പേഴ്സും മറ്റുള്ളവരും എല്ലാവരും ഒന്നടക്കം മമ്മിക്ക് അപ്പോൾ അവിടെ എന്തെങ്കിലും പറയായിരുന്നില്ല. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയണേ, നീ എന്തെങ്കിലും അറിയാതെയും കണ്ട് സംസാരിക്കരുത്. മമ്മിക്ക് പറ്റുന്ന പണിയാണെങ്കിൽ, മമ്മിയുടെ പരിധിക്കുള്ളിലാണെങ്കിൽ അവളെ പുറത്തോട്ട് കൊണ്ടുവരാൻ മമ്മി സമ്മതിക്കില്ലല്ലോ. അത് നിനക്ക് നന്നായി അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ വേദ പറയണേ, പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? അതാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത്. അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. അത് ഇനി മമ്മി വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം അവൾ ഇവിടെ നിൽക്കും തോറും ഓരോ ദിവസവും എല്ലാവരുടെയും മുന്നിൽ സ്റ്റാറായും കൊണ്ടിരിക്കുകയാണ്. അത് നടക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അത് നടക്കാൻ പാടില്ല, അത് അനുവദിച്ച് കൊടുക്കരുത് എന്നിങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, ശരി അത് അനുവദിച്ച് കൊടുക്കില്ല, അതിന് എന്തെങ്കിലും ഒരു ഐഡിയ നീ തന്നെ പറ എന്ന് വേദ പറയാൻ കേട്ടോ. ആ സമയം ഞാനെന്ത് പറയാനാണ്, പിന്നെ നീ ഇങ്ങനെ കിടന്ന് ചിലക്കാതെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ സമയമാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കോഫിയൊക്കെ എടുത്ത് പതിവ് പോലെ നന്ദിനി വരികയാണ്. ഇതാ മാഡം ചായ എന്ന് പറയുന്നു കേട്ടോ. ആ സമയം പത്മക്ക് അങ്ങ് കലി കയറുകയാണ്. അപ്പോൾ അതിന് തൊട്ട് നിമിഷം മുന്നെയാണ് കേട്ടോ പത്മക്ക് അവിടെ നിന്ന് ഒരു കോള് വരുന്നത്. ദേ ഇനി ഈ നന്ദിനിയുടെ ആ ഒരു ഇത് നന്നായി വിജയിച്ചിരിക്കുന്നു, നമ്മുടെ
കമ്പനിക്ക് വലിയ നേട്ടങ്ങളാണ്. ഇത് വിദേശ കമ്പനികൾ പോലും ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. നന്ദിനിയെ ഇനി ഒരു പക്ഷേ മീഡിയക്കാർ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെയുള്ള സംസാരമായിട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് പത്മ ആ ഫോൺ കോൾ വന്ന ആ തൊട്ട് പിറകെയാണ് നന്ദിനി ചായയുമായി വരുന്നത്. ആ ചായ ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ്. ആ സമയം സൂര്യ അവിടെ ഇല്ല. അപ്പോഴേക്കും രാജു ഓടി വരികയാണ്. ഈശ്വര, എന്തൊരു കഷ്ടമാണ്, എന്തപ്പോൾ ഈ കാണുന്നത് എന്ന ലെവലിൽ രാജു ഓടി വരുമ്പോൾ ഉടൻ തന്നെ പത്മ നന്ദിനിയോട് പറയണേ, അതെ മതി, നീ ഞങ്ങൾക്കിട്ട് 2 തരട്ട് കാട്ടിലെ നീ അവനങ്ങ് പോകുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു അടിമയെ പോലെ ചായയുമായി, എന്നാൽ അവനങ്ങ് വരുമ്പോൾ ഞങ്ങൾക്കിട്ട് പണിയലും അല്ലേ. ഇപ്പോൾ എന്തിന് ഞാനിരിക്കുന്ന CEO കസേര നീ തട്ടിയെടുത്തോ, അവിടെ നീ കയറിയിരുന്നില്ലേ. അപ്പോൾ നന്ദിനി പറയണേ, മാഡം ഞാൻ അറിഞ്ഞും കൊണ്ട് മാഡത്തിന് ഒരു ദ്രോഹവും ഞാൻ ഇന്നേ വരെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോഴേക്കും വേദ പറയണം, തീരുമാനിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ട് കണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ, അതുകൊണ്ട് നിൻ്റെ സംസാരം ഇനി വല്ലാതെ കിടന്ന് ചിലക്കണ്ടെന്ന് പറയട്ടോ. ആ സമയം ഉടൻ തന്നെ പറയണതേ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊന്ന് പറയുന്നതൊന്ന് കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പോഴേക്കും പത്മ ദേഷ്യത്തോട് കൂടിയിട്ട്, ഇന്ദ്രജ നീ പോയി എടുത്തു കൊണ്ടുവന്നേന്ന് പറയണേ. ആ സമയം ഇന്ദ്രജ ശരി മമ്മി എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ പെട്ടിയും ബാഗൊക്കെ പെട്ടിപ്പെടുക്കി എടുക്കുകയാണ് ഈ പറയുന്ന ഇന്ദ്രജ. അങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഇപ്പുറത്ത് പത്മ എന്ത് ചെയ്യുന്നു, മുടിക്കുത്തിൽ അങ്ങ് നന്ദിനിയുടെ പിടിക്കാണ്. മതിയടി, നീ ഇനി ഇവിടെ നിൽക്കുന്നത് നിർത്തിക്കോ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഇറങ്ങണം ഈ സമയം ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയട്ടോ. ആ സമയം നന്ദിനി ഒന്നാകെ സ്തംഭിച്ചു പോവാണ്. മാഡം ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്, മാഡത്തിനോട് ഒരു ദ്രോഹം നീ ചെയ്തോടത്തോളം മതി, ഇതുവരെ ചെയ്തതൊക്കെ നീ തെറ്റ് തന്നെയാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാവാനുള്ള യോഗ്യത നിനക്കില്ലെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കടിച്ചു തൂങ്ങി, ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ ഇവിടെ നിന്നു. ഇനി നീ ഒരു കാരണവും പറയണ്ട, ഈ നിമിഷം ഇപ്പോൾ ഇവിടുന്ന് നീ ഇറങ്ങിക്കൊള്ളണം. എൻ്റെ മകൻ വന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. എൻ്റെ മകൻ ഇനി നിന്നെ വിളിക്കാൻ വരികയാണെങ്കിലും നീ തിരിച്ച് പറയണം, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ, നിനക്ക് 2 അനിയത്തിമാരില്ലേ, നിൻ്റെ അച്ഛനില്ലേ, അവരെ ഞാൻ ഇട്ട് കഷ്ടപ്പെടുത്തുമെന്ന് പറയട്ടോ. ഈ സമയം നന്ദിനി ഒന്ന് സ്റ്റെക്കാവുകയാണ്. അങ്ങനെ നന്ദിനിയെ പിടിച്ച് വലിച്ച് മുറ്റത്തോട്ട് അങ്ങ് ഇറങ്ങുമ്പോൾ നന്ദിനി ആദ്യം ഒന്ന് സ്തംഭിച്ചു പോവുകയാണ്. തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇതേ സമയം മതി ഇറങ്ങിക്കോ എന്ന് പറയണേ. അപ്പോഴേക്കും ഇന്ദ്രജ പറയണം, ആ താലി ഊരി വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ ഇന്ദ്രജയും പറയാൻ കേട്ടോ. അപ്പോഴേക്കും നന്ദിനി അങ്ങ് പറയണേ, ഇല്ല, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല, എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. അപ്പോഴേക്കും പത്മ പറയണേ, എന്താടി നീ പറഞ്ഞത്, നിനക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്നോ? ഇത് ഈ പത്മയുടെ വീടാണ്, ഇത് എൻ്റെ അളകനന്ദയാണ്, ഈ വീട്ടിൽ നിനക്കെന്ത് അവകാശം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ അതിന് ഇവിടെ വലിയ തെളിവൊന്നുമില്ലല്ലോ, നീ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്ന തെളിവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു തെളിവ് വെച്ച് നീ എൻ്റെ മകൻ്റെ ഭാര്യ ആയത് ഞങ്ങളുടെ തെറ്റല്ല. അതുകൊണ്ട് ഒരു വലിയ വീട്ടിലൊക്കെ പണിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അതുകൊണ്ട് അങ്ങ് ഇറങ്ങിക്കോ എന്ന് പറയട്ടെ പത്മ. ഇത് കേട്ടുടനെ നന്ദി പറയണേ, അങ്ങനെ അങ്ങ് ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല, നിയമപരമായി ഞാൻ നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ്, അത് നിയമപരമായി ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടോളൂ. പക്ഷെ ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടായിരിക്കില്ല, ഒന്നെങ്കിൽ മീഡിയയിലോട്ട്, അതല്ലെങ്കിൽ ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പണം കൊണ്ട് ഒതുക്കും, അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയയിലോട്ട് പോയി ഇതെങ്ങനെ വിഷയമാക്കണമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ പത്മ ഒന്ന് അങ്ങ് മിണ്ടാതാവണം കേട്ടോ. ഇതേസമയം ഇന്ദ്രജക്കും വേദക്കും മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സമയം വിജയ്, ഇവളാൾ പുലിയാണെന്ന് പണ്ടേ എനിക്കറിഞ്ഞതാ, ഞാൻ അന്നും ഇന്ദ്രജ എന്നോട് പറഞ്ഞതല്ലേ, ഇപ്പം അത് സംഭവിച്ചില്ലേ. ഈ സമയം ഇന്ദ്രജയ ഒന്ന് ഷോക്കായി പോവാണ് കേട്ടോ, എന്താ ഇപ്പോൾ ഇവള് പറഞ്ഞത്, ഇത് നന്ദിനി തന്നെയാണോ? അപ്പോഴേക്കും രാജു പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നന്ദിനി ചുണക്കുട്ടി വീണ്ടും പുറത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ വേണം നന്ദിനി, ഇനി കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ ഒറ്റ നിൻ്റെ വായിൽ നാക്കില്ലല്ലോ, ഒക്കത്തിൻ്റെ നാക്ക് ഇറങ്ങിപ്പോയതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് കിടുക്കൻ സീനാണ്. പക്ഷേ 1-2 വാക്കുകൾ ചില സമയത്ത് പെട്ടെന്ന് അറിയാതെ വീഴുന്നതാണ്. പക്ഷേ ആ ഒരു സ്വഭാവം ഇനി സ്ഥിരമായി എടുക്കുന്ന നന്ദിനിയായി മാറുന്ന ആ എപ്പിസോഡുകളൊക്കെ നമുക്ക് മുന്നിൽ വരാനുണ്ട് കേട്ടോ.